ചെറിയ ചെറിയ കമൻറ്റിന് പോലും മറുപടി കൊടുക്കുന്ന ഇത്താത്തയ്ക്ക് മറുപടി ഇല്ല. ആരുടെ ചോദ്യത്തിന്? 23 ഷാജിയുടെ ചോദ്യത്തിന്. അപ്പോൾ ഈ 23നെ പറ്റി ഒരുപാട് വ്യാകരണങ്ങൾ ചേച്ചി ഇത്താത്ത ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്താത്ത ഉദ്ദേശിക്കുന്ന ആ ഒരു ഇതല്ല 23 എന്ന് പറഞ്ഞാൽ അവരുടെ രജിസ്ട്രേഷൻ, RTO രജിസ്ട്രേഷൻ്റെ നമ്പറാണ് 23 എന്ന് പറയുന്നത്. ഷാജി ഒരു വോയിസ് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്തേ ഈ ഇത്താത്തയുടെ അണ്ണാക്കിൽ പിരിവെട്ടിയോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതുമാത്രമല്ല, എൻ്റെ എന്തൊക്കെയോ കുൽസിതങ്ങൾ ചാറ്റുകളൊക്കെ പുറത്തിടുമെന്ന് പറഞ്ഞ ഇത്താത്തയ്ക്കും അണ്ണാക്കിൽ പിരിവെട്ടിയോ എന്ന് ചോദിക്കേണ്ട ഒരു ഗതികേടിലാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത്. എന്താണ് ഇത്താത്ത, എടുത്തിട്ട് പൊങ്ങിയില്ലേ എൻ്റെ ചാറ്റുകൾ? എടുത്തിട്ട് നിനക്ക് പൊങ്ങുന്നില്ലേ? പിന്നെ നമ്മളിവിടെ വന്നിട്ട് ചാറ്റുകൾ പുറത്തിടും, വോയിസ് പുറത്തിടും എന്ന് പറഞ്ഞ് നമ്മൾ ആരെയും വെല്ലുവിളിക്കാനൊന്നും നിൽക്കുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നമ്മൾ ചെയ്യുക. വെല്ലുവിളിച്ചിട്ടും വെല്ലുവിളിച്ചിട്ട് വേണ്ട നമുക്ക് ഓരോന്ന് പുറത്തിടാൻ. നീ അവൻ്റെ പെങ്ങളല്ല, അവൻ നിൻ്റെ കസിൻ ബ്രദറല്ല എന്നുള്ള ഒരു കാര്യത്തിന് നിൻ്റെയൊക്കെ നാട്ടുകാർ തന്നെ തന്ന തെളിവുകളും വോയിസുകളും ഒക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്. പുറത്ത് വിടാതിരിക്കുന്നത് എന്താണെന്ന് ചോദിക്കും. ഇപ്പോൾ പുറത്ത് വിടാൻ സൗകര്യമില്ല, നമുക്കൊരു തോന്നൽ വരുമല്ലോ, അപ്പം എടുത്ത് പുറത്തിടും. അതിന് ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല. കേട്ടല്ല? അപ്പം നീ ആദ്യം പോയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെറിയ ചെറിയ നെഗറ്റീവ് കമൻറ്റുകൾക്ക് മാത്രമല്ലേ നിന്നെക്കൊണ്ട് ഇങ്ങനെ പട്ടി ഇങ്ങനെ കുരയ്ക്കുന്ന പോലെ കുരയ്ക്കാൻ പറ്റുള്ളൂ. അതിനൊക്കെ മറുപടി കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? 23 ഷാജി പുറത്ത് വിട്ട വോയിസിൻ്റെ മറുപടി നീ കൊടുക്കടി. നീ പെണ്ണാണെങ്കിൽ കൊടുക്കുക. അപ്പം നീ 23 ഷാജി പുറത്ത് ഒരു വോയിസ് പുറത്ത് വിട്ടില്ലേ? നീ കേട്ടിട്ടുണ്ടാവുമെന്ന് എനിക്ക് അറിയാം. കളി മിണ്ടാണ്ടിരിക്കുമല്ലേ? നീ ആദ്യം പോയിട്ട് ആ 23 ഷാജി പുറത്ത് വിട്ട വോയിസിനുള്ള മറുപടി ആദ്യം കൊടുക്കുക. എന്നിട്ട് ഞാനൊരു ചാറ്റ് പുറത്തിട്ടുണ്ടായിരുന്നല്ലോ, അതിനൊരു മറുപടി നീ എനിക്ക് തരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഇതുവരെ കണ്ടില്ല. അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. എന്താ മോളെ, എനിക്കുള്ള മറുപടി നിനക്ക് എടുത്തിട്ട് പൊങ്ങുന്നില്ലേ? ഇനി പൊക്കിത്തരാൻ ഞാൻ വരണോ? അപ്പം ഈ കമൻ്റ് ഇടുന്നവരെ വിറപ്പിക്കാതെ, നീ വിറപ്പിച്ചാലും വിറയ്ക്കൂല. കാരണം നിൻ്റെ ഇമേജ് ഇപ്പം അത്രത്തോളം നല്ല പബ്ലിസിറ്റി ആയിട്ടുണ്ടല്ലോ. അപ്പം നെഗറ്റീവ് കമൻ്റ് ഇടുന്നവരെ കമൻ്റ് ഇടുക എന്നുള്ളത് ആ കമൻറ്റ് ബോക്സ് വെക്കുന്നത് കൊണ്ട് അവരുടെ അവകാശമാണ്. അതിന് കിടന്ന് കുരയ്ക്കാതെ നീ ഇതുപോലുള്ള വെല്ലുവിളികൾക്ക് മറുപടി പറയാൻ നീ ഒന്ന് ആണത്തം, ആ ചുണ അങ്ങ് കാണിക്കടി മോളെ. നീ വോയിസ് വന്നിട്ട് ഏകദേശം ഒരാഴ്ചയായി. അപ്പം മോളെ, നീ ആദ്യം പോയിട്ട് 23 ഷാജിക്കുള്ള മറുപടി കൊടുത്തിട്ടു. എന്നിട്ട് എൻ്റെ കുൽസിത ചാറ്റുകളുണ്ടല്ലോ, നമ്മുടെ പാച്ചിൽ മാമനായിട്ട് മനസ്സിലായില്ലേ, പാച്ചിൽ കോക്ടെയിലായിട്ട് ഞാൻ നടത്തിയ കുൽസിത ചാറ്റുകളൊക്കെ നീ പുറത്തിടുമെന്ന് നീ എന്നെ വെല്ലുവിളിച്ചിട്ട് എന്താടി മോളെ പുറത്തിടാഞ്ഞത്? നിനക്ക് ചാറ്റുകളൊന്നും കിട്ടിയില്ലേ? ചാറ്റുകളൊന്നും നിനക്ക് കിട്ടിയില്ലേടി? ഞാൻ തരണോ നിനക്ക് ചാറ്റുകൾ? എന്നോട് ചോദിച്ചാൽ മതി. വേണമെങ്കിൽ ഞാൻ എൻ്റെ കുൽസിത ചാറ്റുകൾ നിനക്ക് അയച്ചു തരാം. ഇതാരുടെ ബുദ്ധിയാടി? കാമിതയുടെയോ കാമിതയുടെ കെട്ടിയോൻ്റെ ബുദ്ധിയാണോ? എന്തായാലും കാമിത നിനക്ക് ചാറ്റുകൾ തന്നില്ലല്ലേ? സാരമില്ലടി, ഞാൻ തരാം. അപ്പം നീ ആദ്യം പോയിട്ട് 23 ഷാജിക്ക് മറുപടി കൊടുത്തിട്ടു വാ. എന്നിട്ട് ഞാൻ വേറൊരു വോയിസ് പുറത്തു വിടാം. എന്നിട്ട് നീ എനിക്ക് അതിനുള്ള മറുപടി തരണം കേട്ടോ. അപ്പം ടാറ്റാ.